എങ്ങനെയെങ്കിലും ഈ ലിക്വിഡ് ഡ്രിപ്പിൽ കയറ്റിയ ഇവളുടെ ദേഹം ചൊറിയാൻ തുടങ്ങും. മുറിവ് ഇൻഫെക്ഷൻ ആയിക്കോളും. പക്ഷേ ഈ നശിച്ചവള് മാറാതെ എങ്ങനെ അത് നടക്കും? അതിലേക്കെങ്കിലും മൊഡ്യൂൾ ഇഞ്ചക്ട് ചെയ്ത് കയറ്റാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അത് ഇവളുടെ ശരീരത്തിൽ ചെല്ലുമെന്ന് ഉറപ്പാ. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാത്തോണ്ട് മോൾക്ക് നല്ല ക്ഷീണം കാണും. ഉറക്കം വരുന്നുണ്ടെങ്കിൽ മോള് കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ ഞാനുണ്ടല്ലോ. ഈ അമ്മ പൊന്നുപോലെ നോക്കിക്കോളാന്നേ. അതിന് എനിക്ക് ഉറക്കം വരുന്നില്ല കലയമ്മേ. കലയമ്മ വേണമെങ്കിൽ ഒന്ന് മയങ്ങിക്കോ. നല്ല ക്ഷീണം കാണും. അത് വേണ്ട മോളെ. അവള് മരുന്ന് കഴിച്ചതിന്റെ മയക്കത്തിലാ. വേണമെങ്കിൽ വിളിക്കാം. വേണ്ട. പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നവരാ നിങ്ങൾ രണ്ടുപേരും എന്ന് എനിക്കറിയാം. അന്ന് ആകാശമോനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ അഖിലമോളുടെ പരവേശം ഞാൻ കണ്ടതാ. അത്രത്തോളം സ്നേഹിക്കുന്ന നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ അകൽച്ച പാലിക്കുന്നേ? ഇനി ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണോ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനൊരു മടി? അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തെവിടേക്കെങ്കിലും പോയി നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം തിരിച്ചു വരാം. കലയമെങ്ങും പോണ്ട. എന്താ മോളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ആ, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി സംസാരിക്കേ. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്നാ എനിക്ക് സംസാരിക്കാനുണ്ട്. രണ്ടും തമ്മിൽ കട്ട കലിപ്പിലാണല്ലോ. സ്നേഹത്തോടെ എന്നും ഒരുമിച്ച് കഴിയേണ്ട നിങ്ങൾ തമ്മില് ഇങ്ങനെ പിണങ്ങുന്നത് ശരിയല്ല മക്കളെ. എന്തുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് തീർക്കണം. ഹോസ്പിറ്റലിനപ്പുറത്ത് ഒരു പാർക്കുണ്ട്. രണ്ടുപേരും അവിടെ പോയി സംസാരിച്ച് പിണക്കങ്ങളൊക്കെ തീർക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോളാം. ഒരു പ്രൈവസിക്ക് വേണ്ടി നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിന്നാ മതി. കലയമെങ്ങും പോണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. ആരാധ്യ കാണാൻ വന്നവര് കണ്ടിട്ട് പോണം. വെറുതെ ഇവിടെ ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ഇപ്പോ വിസിറ്റിംഗ് ടൈമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് സന്ദർശകർ എത്രയും പെട്ടെന്ന് പോകുന്നതാ നല്ലത്. അനഘ ഇവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് നമുക്ക് വിസിറ്റിംഗ് ടൈം ബാധകമല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.